ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഫോക്കസ് പോയിന്റ് റിവിഷൻ +2 സോഷ്യോളജി ചാപ്റ്റർ 3 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഇപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയിൽ പ്രധാനമായും 3 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിട്ടാണ് പഠിക്കുന്നത്. കാസ്റ്റ്, ട്രൈബ് ആൻഡ് ഫാമിലി ആർ ദ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ടു ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ജാതി, ട്രൈബ് ആൻഡ് ഫാമിലി. ഇനി എന്താണ് ജാതി വ്യവസ്ഥ? ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കാസ്റ്റ് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രധാന സവിശേഷതയാണ്. കാസ്റ്റ് ഈസ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ ഇന്ത്യ. According to Anderson and Parker, caste is that extreme form of social class organization in which the position of individual in the status hierarchy is determined by descent and birth. അതായത് ആൻഡേഴ്സൺ ആൻഡ് പാർക്കറിൻ്റെ അഭിപ്രായത്തിൽ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ ക്ലാസ് ഓർഗനൈസേഷനാണ്. അത് തരംതിരിച്ചിരിക്കുകയാണ് സാമൂഹ്യ ക്ലാസ്സിനെ. അതുപോലെ തന്നെ അതിലെ പൊസിഷൻസ്, വ്യക്തികളുടെ പൊസിഷൻസ്, സ്ഥാനമാനങ്ങൾ, സ്റ്റാറ്റസ്, അതൊരു ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നതും താഴ്ന്നതുമായ ഒരു സ്ഥാനമാനങ്ങൾ. അതുമാത്രമല്ല, അതിന് തീരുമാനിക്കുന്നത് ജനനവും അതുപോലെ വംശവലിയുമാണ്. അപ്പോൾ ഇതാണ് ആൻഡേഴ്സണും പാർക്കറും ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റാണ് കാസ്റ്റ് സിസ്റ്റം ഇൻ ദ പാസ്റ്റ്. അതായത് പഴയ കാലങ്ങളിൽ ജാതി വ്യവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പോൾ നമുക്ക് ഇതേ ചോദ്യം തന്നെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്ന് പറയാം. ദ വേർഡ് കാസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പോർച്ചുഗീസ് വേർഡ് കാസ്റ്റ. അപ്പോൾ കാസ്റ്റ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കാസ്റ്റ് എന്ന പദം ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എന്താണ്? പ്യുവർ ബ്രീഡ് എന്നാണ് അതിൻ്റെ കാസ്റ്റ എന്ന പദത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ശുദ്ധ ഇനം എന്നുള്ളത്. ഇനി കാസ്റ്റ് എന്ന് പറയുന്ന പദം അതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്. വർണ്ണ, അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ അതിനെ ജാതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ദ വേർഡ് കാസ്റ്റ് സ്റ്റാൻഡ് ഫോർ ദ ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് വേർഡ് വർണ്ണ ആൻഡ് ജാതി. ഇനി വർണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിറം എന്നാണ്. കളർ റെഫേഴ്സ് ടു ദ 4 ഡിവിഷൻ ഓഫ് വേദിക് സൊസൈറ്റി. അതായത് വേദകാല സമൂഹത്തെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് അക്കാലത്ത് ജാതി എന്ന് പറയുന്നത്. 4ആയി തരംതിരിച്ചിരിക്കുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയാണ്. ഇതിനെയാണ് വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി 4 ഡിവിഷൻ്റെ കൂടെ ഒരു 5ാമത്തെ ഡിവിഷനും കൂടി ഉണ്ടായിരുന്നു. ഈ വർണ്ണത്തിൽ പെടാത്തവരെ, അവരെയാണ് പഞ്ചമാസ് എന്ന് വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റാണ് അവർ. പുറത്ത്, ഈ ജാതിക്ക് പുറത്തുള്ളവരാണ്. പുറത്തുനിന്ന് വന്ന ഫോറിനേഴ്സ് അല്ലെങ്കിൽ അടിമകളാക്കി പിടിച്ചു കൊണ്ടുവന്നവർ, ഇവരൊക്കെ പഞ്ചമാസിൽ പെടുന്നവരാണ്. ഇനി ജാതി എന്ന് വിളിക്കുന്നത് ഒരു പ്രാദേശിക ലോക്കൽ സബ് ഡിവിഷനായിട്ടാണ് ഒരു ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ 100 അല്ലെങ്കിൽ thousands ഓഫ് കാസ്റ്റ് ഉണ്ടായിരിക്കും. ആ ജാതിയിൽ സബ് കാസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ജാതി എന്നുള്ളത് നമ്മളൊരു സ്പീഷ്യസിനെ പറയുന്നുണ്ട്, ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനങ്ങൾ എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ ജാതി എന്നുള്ള വിവിധ ജാതി മരങ്ങൾ, നാനാതരം വസ്തുക്കൾ എന്നുള്ള രീതിയിലും ജാതിയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി കാസ്റ്റ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് വർണ്ണ സിസ്റ്റത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ദാറ്റ് ബിലീവ് ടു ബി അറൗണ്ട് 3000 years ഓൾഡ്. അപ്പോൾ നമുക്ക് ജാതി വ്യവസ്ഥയ്ക്ക് 3000 വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ജാതി സമ്പ്രദായത്തിൽ വന്ന മാറ്റങ്ങളും നമ്മൾ പാസ്റ്റ് പറയുമ്പോൾ പറയേണ്ടി വരും. ഇപ്പോൾ വാട്ട് ചേഞ്ചസ് ഡിഡ് കൊളോണിയലിസം ബ്രിങ് അബൌട്ട് ദ കാസ്റ്റ് സിസ്റ്റം? അപ്പോൾ ജാതി വ്യവസ്ഥയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കോളനി വാഴ്ച. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് സർവേ നടത്തിയത്. ട്രൈബ്സിനെ കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും അവരുടെ ആചാരങ്ങളെയും അവരുടെ രീതികളെക്കുറിച്ചുമൊക്കെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് നടത്തിയത് അവരുടെ ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടി. അവർ ഭരിക്കുന്ന ആളുകളുടെ വിവിധ ജാതി ആചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അത് വ്രണപ്പെടുത്താതെ ഭരണം നടത്തണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അവരങ്ങനെ നടത്തിയത്. അങ്ങനെ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് റേസ്
അതിനെ പറയുന്ന പേരാണ് എത്തനോളജി. അപ്പോൾ ശാസ്ത്രീയമായ പഠന വംശത്തെക്കുറിച്ച് നടത്തിയത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. അതുപോലെ തന്നെ സെൻസസ് 1860 ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാതിയെക്കുറിച്ചിട്ട് ഒരു കണക്കെടുപ്പ് നടത്തി. പിന്നെ 1881 തുടങ്ങി അതൊരു റെഗുലർ പ്രാക്ടീസായി മാറി. 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കുന്നത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 1881 മുതൽ 10 വർഷം കൂടുമ്പോൾ സെൻസസ് എടുക്കുന്ന രീതി ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇനി അതിൽ 1901 ഹെർബർട്ട് റിസ്ലിയാണ് ആദ്യമായിട്ട് ജാതി വ്യവസ്ഥയുടെ ശ്രേണിയെക്കുറിച്ച് ഉയർന്ന ജാതി ഏതാണ്, അത് കഴിഞ്ഞുള്ള സ്ഥാനം ഏതാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. ഹെർബർട്ട് റിസ്ലി 1901. ഇനി അങ്ങനെ വന്നപ്പോൾ അത് ഓരോ ജാതിയുടെ റാങ്ക് നിശ്ചയിക്കാനായിട്ട് സഹായിച്ചു. ഓരോ ജാതിയും ഏത് സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അനദർ സ്റ്റെപ്പ് ഓൺ ദ പാർട്ട് ഓഫ് ഗവൺമെൻറ് വാസ് ദ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഓഫ് ദ അപ്പർ കാസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ഉയർന്ന ജാതിക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥത നൽകുന്ന ഒരു രീതി കൂടെ ഗവൺമെൻറ് നടത്തി. ലാർജ് സ്കെയിൽ ഇറിഗേഷൻ സ്കീംസ് വെർ ടേക്കൺ അപ്പ്. അതോടൊപ്പം തന്നെ കൃഷിക്ക് സഹായിക്കാൻ വേണ്ടി താഴ്ന്ന വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പല പദ്ധതികളും ജലസേചന പദ്ധതികളും കൊണ്ടുവന്നു. അപ്പോൾ അത് ഒരു ഡൗൺ റോഡൻ താഴ്ന്ന വിഭാഗത്തിൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടി ചെയ്തതായിട്ട് കണക്കാക്കാം. അതുപോലെ 1935 ഗവൺമെൻറ് ഒരു ആക്ട് കൊണ്ടുവന്നത്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് താഴ്ന്ന വിഭാഗക്കാരെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ് എന്ന പേര് നൽകിയത്. ആസ് ദ വീക്കർ സെക്ഷൻ ആൻഡ് പ്രൊവൈഡഡ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദം. അവരെ ഉയർത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി. അതിന് പട്ടികജാതി പട്ടികവർഗം എന്ന പേരും നൽകിയത് 1935. അതുപോലെ തന്നെ പിന്നീട് പട്ടികജാതി പട്ടികവർഗം എന്നുള്ള പേരാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വാട്ട് ആർ ചേഞ്ചസ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ദ പ്രസൻറ്റ് ഡേ. ഇനി സമകാലീന കാലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതായത് നാഷണൽ ലീഡേഴ്സ് അവർ സോഷ്യൽ ഈവിളായിട്ടാണ് കാസ്റ്റ് സിസ്റ്റത്തെ കരുതിയത്. ഗാന്ധിജിയും ഡോക്ടർ അംബേദ്കറും ഒക്കെ താഴ്ന്ന ജാതിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. അതുപോലെ 1920 ഓൺവേർഡ്സ് ദേ സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. അയിത്തത്തിനെതിരെ ഒരു സംഘടിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ ദക്ഷിണ ഇന്ത്യയിലെ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പെരിയോർ ഇവരൊക്കെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ ജ്യോതിബാ ഫുലെ, ബാബാ സാഹിബ് അംബേദ്കറൊക്കെ ഹു ടുക്ക് ലീഡ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ. അവർ വെസ്റ്റേൺ ഇന്ത്യയിൽ ആണ് പ്രവർത്തിച്ചതെങ്കിൽ സദേൺ ഇന്ത്യയിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ജ്യോതിബാ, അതുപോലെ തന്നെ EV ജ്യോതിദാസ് കേട്ടാ, അതുപോലെ EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അവരൊക്കെയാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചത്. ഇനി സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ജാതി വ്യവസ്ഥയിൽ വന്നു. അതെന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അയിത്തം നിയമം മൂലം നിരോധിച്ചു. അത് മാത്രം മതിയായിരുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് ഇന്നീക്വാളിറ്റി എന്നുള്ള പ്രോബ്ലം ഡീൽ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അപ്പർ കാസ്റ്റിനെയും പിണക്കാൻ സാധിക്കുകയില്ല, അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരെയും പിണക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ന്യൂ ഗവൺമെൻറ് കുഡ് നോട്ട് എഫക്റ്റീവ്ലി ഡീൽ വിത്ത് ദ പ്രോബ്ലം ഓഫ് ഇന്നീക്വാളിറ്റി ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ കാസ്റ്റ്. അതുപോലെ തന്നെ നഗരവൽക്കരണമാണ് മറ്റൊരു മാറ്റം. അത് വന്നതോടെ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഒന്നിച്ച് ജീവിക്കാനും ജോലി ചെയ്യാനും സാഹചര്യമുണ്ടായി. പൈത്തം എന്നുള്ള അനാചാരം നിയമം മൂലം മാറ്റിയതുകൊണ്ട് അവർ മിങ്കിൾ ചെയ്ത് അവരത് അപരിചിതത്വം, അവരുടെ ജാതി ഏതാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ ആ ഒരു രീതി മാറാനും സാധിച്ചു. റിക്രൂട്ട്മെൻറ്റ് ടു ഇൻഡസ്ട്രിയൽ ജോബ്സ് കണ്ടിന്യൂ ടു ബി ഓൺ കാസ്റ്റ് ബേസ്ഡ് മെത്തേഡ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ജോലി റിക്രൂട്ട്മെൻറ്റൊക്കെ സ്വന്തം ജാതിക്കാർക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇനി 1980s ഒരു ജാതിയിൽ മാറ്റം കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി അത് ജാതിയും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കി. അതായത്
കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി, അവിടെ കാസ്റ്റ് വിട്ടുപോയതാണ് കേട്ടോ. ഫ്രം 1980 കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് കം അപ്പ്. അതുപോലെ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫൺ ഡിസൈഡ് കാൻഡിഡേറ്റ്സ്, അതുപോലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ജാതി വിഭാഗങ്ങൾ ആരാണ് എന്ന് അതനുസരിച്ചിട്ട് ആ ജാതിയിൽപ്പെട്ട ആളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് തീരുമാനിച്ചിരുന്നത് ഇലക്ഷനെ വോട്ട് കിട്ടാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള രീതികളായിട്ട് മാറി. ഇതാണ് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ടോപ്പിക്കുള്ളത്. ഇനി അടുത്തത് ട്രൈബ്സിനെ കുറിച്ച് ക്ലാസിഫിക്കേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ക്ലാസിഫൈഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി എന്ന് പറയണം. അതായത് ഓൺ ദ ബേസിസ് ഓഫ് പെർമനൻറ്റ് ട്രേറ്റ്. പെർമനൻറ്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിര സവിശേഷതകൾ. എന്തൊക്കെയാണത്? റീജിയൻ, ഒരു പ്രദേശത്ത് ഉള്ളവരെ, ഒരു ഭാഷ സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഹാബിറ്റാറ്റ് ഉള്ളവർ, ഇവരൊക്കെയാണ് പെർമനൻറ്റ് ട്രേറ്റ് ഉള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അക്വേർഡ് ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിലും ട്രൈബ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതൊക്കെ എങ്ങനെയാണ്? മോഡ് ഓഫ് ഏർണിംഗ്, ദെയർ ലൈവ്ലിഹുഡ്, അവരുടെ ഉപജീവന മാർഗം ഹണ്ടേഴ്സ് ആണോ, അല്ലെങ്കിൽ ഫിഷ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിൽ ചെയ്യുന്നവരാണോ, അങ്ങനെ ജോലി ഉപജീവന മാർഗം സ്വീകരിക്കുന്നവരാണോ, ഇങ്ങനെയുള്ള രീതിയിൽ അവരെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ മറ്റൊന്ന് അവരുടെ തനതായ ട്രൈബൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നവരെ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ഹിന്ദു സൊസൈറ്റി, ഹിന്ദു സമുദായത്തിലേക്ക് മതത്തിലേക്ക് മാറിയവരെ എന്ന രീതിയിലും അക്വേർഡ് ട്രേറ്റ്സ്. അപ്പോൾ പലപ്പോഴും ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പെർമനൻറ്റ് ട്രേറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഓരോന്നും എടുത്തു പറയണം. ഓൺ ദ ബേസിസ് ഓഫ് റീജിയൻ, ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മധ്യ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത്. ഏകദേശം 85% താമസിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ രാജസ്ഥാൻ, ഗുജറാത്ത്, ഇതൊക്കെ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒറീസ ഇൻ ദി ഈസ്റ്റ് വിത്ത് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഇവരൊക്കെ ഈ പാർട്ട് ഓഫ് മഹാരാഷ്ട്ര, ഇതെല്ലാം ഒരുപാട് ട്രൈബൽസ് ഉള്ളതാണ്. അതുപോലെ 11,000 ഈസ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുണ്ട്. അതുപോലെ 3% മറ്റു ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഹാവ് ഹയസ്റ്റ് ട്രൈബൽ കോൺസെൻട്രേഷൻ. ഏറ്റവും ആളുകൾ കൂടുതൽ ട്രൈബൽസ് ഉള്ളത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ആസാം ഹാവ് കോൺസെൻട്രേഷൻ ഓഫ് മോർ ദാൻ 30%. അതായത് ആസാം ഒഴികെയുള്ള മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ജനസംഖ്യയിൽ 30% ഗോത്രവർഗമാണ്. ഇനി അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഇവിടെയൊക്കെ ഏകദേശം ഭൂരിഭാഗവും ട്രൈബൽസ് തന്നെയാണ്. 60% തുടങ്ങി 95% വരെ ഇവിടെ ട്രൈബൽസാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ പറയേണ്ടത്. ഇനി ഒറീസയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി ലെസ് ദാൻ 12% ഇൻ ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ഒറീസ ആൻഡ് മധ്യപ്രദേശ്. മധ്യപ്രദേശ്, ഒറീസ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ 12% ഗോത്രജനതയുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തേൽ പറയേണ്ടത്. പെർമനൻറ്റ് ട്രേറ്റ്സിൽ ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റീജിയനിൽ. ഇനി പെർമനൻറ്റ് ട്രേറ്റ്സിൽ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും 4 തിരിക്കുന്നു. അതായത് ട്രൈബൽസിനെ ഇൻഡോ ആര്യൻ എന്ന് പറയുന്നത് പഞ്ചാബി, ഹിന്ദി, സാൻസ്ക്രിറ്റ് ഇതൊക്കെ സംസാരിക്കുന്ന ആദിവാസികൾ 1% ഉള്ളൂ. ദ്രാവീഡിയ ഭാഷ സംസാരിക്കുന്ന ആദിവാസികൾ 3% ഉണ്ട്. തെലുങ്കു, കന്നഡ, തമിഴാണ് ദ്രാവീഡിയൻ ഭാഷ. അതുപോലെ ഓസ്ട്രിക് ഭാഷ സംസാരിക്കുന്നവർ മുണ്ട, സരാവ, ഗോഡാബ, മങ്കുമോർ എന്ന് പറയുന്ന ഭാഷകൾ. അതുപോലെ ടിമറ്റോ, ബർമൻ ഇതൊക്കെ കൂടുതലുണ്ട്. നാഗാസ്, ബോഡോ ആൻഡ് ഈസ്റ്റേൺ റീജിയൻ ട്രൈബൽ സ്പീക്ക് ദീസ് ലാംഗ്വേജ്. ഇവർ ഏറ്റവും കൂടുതൽ ഈ ഭാഷകളാണ് സംസാരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഫസ്റ്റ് പെർമനൻറ്റ് ട്രീറ്റിൽ തന്നെ 4ാമത്തെ ഭാഗം ഓൺ ദ ബേസിസ് ഓഫ് റേസ്, വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസികളെ 4ആയി തരംതിരിക്കാം. അത് ആര്യൻസ്, ഓസ്ട്രലോയിഡ്സ്, ഡ്രവീഡിയൻ, നീഗ്രോയിഡ്സ്, മംഗ്ലോയിഡ്സ്, ഇതാണ് 5 തരം. അപ്പോൾ അത്രയും പറഞ്ഞാൽ മതി. ഇനി അക്വേർഡ് ട്രൈബ്സ് 2ാമത്തെ വിഭാഗം. ഉപജീവന മാർഗം അനുസരിച്ചും ഹൈന്ദവ സമൂഹത്തിലുള്ള സംയോജനം അനുസരിച്ചിട്ടും ഇവരെ തരംതിരിക്കാം. ഉപജീവനം എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ എന്തായി വരുന്നത്? ഹണ്ടേഴ്സ്, നായാട്ടുകാർ, ഫിഷർമെൻ, മീൻപിടുത്തക്കാർ, ഫുഡ് ഗ്യാദറേഴ്സ്,
ഭക്ഷണം ശേഖരിക്കുന്നവർ, ഹണി കളക്ടേഴ്സ് തേൻ ശേഖരിക്കുന്നവർ, പിന്നെ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് ഇവർ ചെയ്യുന്നത്. ഒരു പ്രദേശത്ത് ഇവർ കൃഷി ചെയ്യുവാനായിട്ട് അവിടെയുള്ള മരമെല്ലാം വെട്ടി അതിൻ്റെ റൂട്ടെല്ലാം കളഞ്ഞ് കൃഷി ഭൂമി ഒരുക്കി കൃഷി ചെയ്യുന്നു. ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുമ്പോൾ വേറൊരു പ്രദേശം കാട് വെട്ടിത്തെളിച്ച്, ഇതിനെയാണ് മാറ്റക്കൃഷിക്കാർ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റേഷൻ വർക്കേഴ്സ്, തേയിലത്തോട്ടത്തിലും കാപ്പിത്തോട്ടങ്ങളിലും ഒക്കെ ജോലി ചെയ്തവർ. പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, വ്യവസായിക തൊഴിലാളികൾ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ദ കൺവേർഷൻ ടു ഹിന്ദുയിസത്തിലേക്ക് മാറിയവർ, ഹിന്ദുമതം സ്വീകരിച്ചവർ, ഇപ്പോഴും ഹിന്ദുമതത്തെ എതിർത്ത് സ്വന്തമായ ട്രൈബൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബ്സ്. ഇനി ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ദ സോഷ്യോളജിസ്റ്റ് ഓൺ ട്രൈബൽ ഗ്രൂപ്പ്. വളരെ ഷോർട്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് വേറേൻ എൽവിൻ്റെ വ്യൂവും GS ഗുറയുടെയും വ്യൂവ്. അത് വേറേൻ എൽവിൻ പറയുന്നത് ഐസൊലേഷനിസ്റ്റ് വ്യൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. GS ഗുറെ ഇൻ്റഗ്രേഷനിസ്റ്റ്. അതായത് ഐസൊലേഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞവർ പറയുന്നത് ദാറ്റ് ദ ട്രൈബൽസ് ഹാവ് ദെയർ ഓൺ കൾച്ചറൽ പ്രൈവസി. ആദിവാസികൾക്ക് അവരുടേതായ തനതായ കൾച്ചറുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ്റർഫിയർഡ് ബൈ അതേഴ്സ്. അതായത് മറ്റുള്ളവർ അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇനി ഇൻ്റഗ്രേഷനിസ്റ്റ് പറയുന്നത് ദാറ്റ് ദേ ആർ ദ പാർട്ട് ഓഫ് അവർ ഇന്ത്യൻ സൊസൈറ്റി. അത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അവരെ അങ്ങനെ അവർ നമ്മുടെ വെൽഫെയർ സ്കീമിൽ നിന്നും ഒക്കെ മാറ്റി നിർത്താൻ പാടില്ല. അവരെയും കൂടെ നമ്മോട് ചേർത്ത് നിർത്തണം. ഷുഡ് ഇൻ്റഗ്രേറ്റ് ദം ആൻഡ് ട്രീറ്റ് ദം ആസ് ലോവർ ക്ലാസ് ഹിന്ദുസ്. അപ്പോൾ ലോവർ ക്ലാസ് ഹിന്ദുവിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രൊട്ടക്ഷനും എല്ലാം ഇവർക്കും കൊടുക്കണം. ആൻഡ് പ്രൊവൈഡ് ദം ഓൾ ഫെസിലിറ്റീസ് ഫോർ ദെയർ അപ്ലിഫ്റ്റ്മെൻറ്റ്. അവർക്ക് വേണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പദ്ധതികൾ ഒക്കെ കൊടുക്കുക. അപ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഹാസ് ഇൻ്റഗ്രേറ്റഡ് ദം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. ആൻഡ് എൻവിസേജ് സ്പെഷ്യൽ പ്ലാൻസ് ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ട്രൈബൽസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ട്രൈബൽസിന് വേണ്ടി അവർക്ക് സ്പെഷ്യൽ പ്ലാനും ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ആർ സ്പെഷ്യൽ പ്ലാൻ, ട്രൈബൽ സബ് പ്ലാൻസ്, 5 year പ്ലാൻസ്, ഇതെല്ലാം അവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദി ഇമ്പാക്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഓൺ ദ ട്രൈബൽസ്. അതായത് നാഷണൽ ഡെവലപ്മെൻറ്റ്, ദേശീയ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അതെങ്ങനെയാണ് ആദിവാസികളുടെ പുരോഗതിക്ക് വിരുദ്ധമായി മാറിയത്. നാഷണൽ ഗവൺമെൻറ് ഇൻ നെഹ്റു ഇറ ഇൻവോൾവ് ദ ബിൽഡിംഗ് ഓഫ് ലാർജ് ഡാംസ്, ഫാക്ടറീസ് ആൻഡ് മൈൻസ്. അതായത് ദേശീയ പദ്ധതികൾക്ക് വേണ്ടി നെഹ്റുവിൻ്റെ കാലത്ത് വലിയ വലിയ ഡാമുകൾ, ഫാക്ടറികൾ, ഖനികളൊക്കെ നിർമ്മിച്ചു. ഇറ്റ് നെഗറ്റീവ്ലി അഫക്റ്റഡ് ദ ട്രൈബൽസ്. ദൗർഭാഗ്യവശാൽ ഇതെല്ലാം തന്നെ ആദിവാസികളുടെ ആവാസ സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് അവരെ വളരെയധികം മോശമായിട്ടിത് ബാധിക്കുകയുണ്ടായി. ദിസ് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ബെനഫിറ്റഡ് ദ മെയിൻ സ്ട്രീം അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ ട്രൈബ്സ്. അത് മുഖ്യധാരാ സമൂഹത്തിലെ ആളുകൾക്കത് ഉപകാരപ്പെട്ടെങ്കിലും ഇവരുടെ ട്രൈബൽസിനെ വളരെയധികം മോശമായി പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഭൂമിയും അവരുടെ വനസമ്പത്തും നഷ്ടമായി. ദേ ലോസ് ദെയർ ലാൻഡ് ബിക്കോസ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ് സ്കീംസ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി റെയിൽ നിർമ്മാണത്തിനും ഖനി നിർമ്മാണത്തിനും ഒക്കെ ഹെവി ഇൻ മൈഗ്രേഷൻ ഓഫ് നോൺ ട്രൈബൽസ് ക്രിയേറ്റഡ് ബിഗ് പ്രോബ്ലംസ്. ഇവരുടെ പ്രദേശത്തേക്ക് ട്രൈബൽ അല്ലാത്ത, ആദിവാസികളല്ലാത്ത ഗോത്രേതര വിഭാഗങ്ങൾ എത്തിയതോടെ ഇവർക്ക് ഇവരുടെ കൾച്ചറും നഷ്ടമായി, ട്രൈബൽ കമ്മ്യൂണിറ്റിയും നഷ്ടമായി, ഇവരെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തു. നൗ ദ ട്രൈബൽസ് ഹാവ് ബീൻ ബ്രോഡ് ഡൗൺ ടു ദ ലെവൽ ഓഫ് മൈനോറിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനവിഭാഗമായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് ഫാമിലി ആൻഡ് ടൈപ്സ് ഓഫ് ഫാമിലി. ഫാമിലി എന്താണ്? ഒരു സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കാം. ഫാമിലി ഈസ് കമ്പോസ്ഡ് ഓഫ് പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ. കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് കുടുംബം. അതുപോലെ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ആൻഡ് യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറയാം. ഇനി ഫോംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോംസ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ, എങ്കിലും
ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ, കാരണം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാത്തരം ഫോമും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫാമിലി. അതായത് കുടുംബത്തിൻ്റെ എണ്ണവും ഘടനയും അനുസരിച്ച് നമ്മളിവിടെ ജോയിൻറ്റ് ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നിങ്ങനെ, ന്യൂക്ലിയർ ഫാമിലി എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കൂട്ടുകുടുംബമാണ്. അറ്റ്ലീസ്റ്റ് 3 generations ലിവ് അണ്ടർ ദ സെയിം റൂഫ്. ഒരു കൂരക്കീഴിൽ 3 തലമുറയെങ്കിലും ഉണ്ടായിരിക്കും. അവരൊരു പൊതുവായ അടുക്കളയിൽ പാകം ചെയ്ത് ഭക്ഷിക്കുന്നു, പൊതുവായി സ്വത്ത് കൈവശം വെച്ച് ഒരു കാരണവരുടെ കീഴേ അവർ വസിക്കുന്നു. അതുപോലെ ആരാധനക്രമം ഉണ്ടായിരിക്കും പൊതുവായി. അപ്പോൾ അതാണ് ജോയിൻറ്റ് ഫാമിലി. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതല്ല. ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഒരു ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ഫാമിലി, അതായത് അവരുടെ പാരൻസും റിലേറ്റീവും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ പാട്രിയാർക്കൽ ഫാമിലി ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളോ സഹോദരരോ ഒക്കെ കൂടെ താമസിക്കുന്നു. ഇതിനെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും അവരുടെ അവിവാഹിതരായ കുഞ്ഞുങ്ങൾ, അൺമാരീഡ് ചിൽഡ്രൻ. അതേസമയം ആ കുട്ടികൾ വിവാഹപ്രായമെത്തി അവർ വിവാഹിതരായാൽ അത് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് മാറും. ഇനി ഇതാണ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഹെഡഡ് ഫാമിലി. അവിടെ ഫാദറാണ്. പാട്രി എന്ന് പറഞ്ഞാൽ ഫാദർ, മാട്രി എന്ന് പറഞ്ഞാൽ മദർ. ഇവിടെ ആർക്കൽ എന്ന് പറഞ്ഞാൽ അധികാരം എന്നോർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഇതല്ലാതെ മൂന്നാമതുണ്ട്, 2 പേർക്കും ഈക്വാളിറ്റിയുള്ള ഇഗാലിറ്റേറിയൻ ഫാമിലി, സമത്വ കുടുംബം. ദ ഫാമിലി ഇൻ വിച്ച് പവർ ആൻഡ് അതോറിറ്റി ആർ ഈക്വലി ഷെയർഡ്, അതിനെയാണ് ഈക്വാലിറ്റേറിയൻ ഫാമിലി എന്ന് പറയുന്നത്. ഇനി ബേസിസ് ഓഫ് ലീനേജ്, അത് നമ്മുടെ തറവാട് പേര് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാട്രി ലീനിയൽ സൊസൈറ്റിയാണ് നമ്മളുടേത്. അതുകൊണ്ട് പുരുഷൻ്റെ ഭർത്താവിൻ്റെ തറവാട്ട് പേരാണ് സ്ത്രീകൾ, കുഞ്ഞുങ്ങളും സ്വീകരിക്കുന്നത്. അതായത് മാട്രിലീനിയൻ, പാട്രിലീനിയൻ. ഞാൻ പറഞ്ഞല്ലോ, പാട്രി എന്ന് പറഞ്ഞാൽ പിതാവ്. അതിന് മറ്റൊരു പേര് പറയണത് അഗ്നാറ്റിക് എന്നും കൂടിയുള്ള പേരും കൂടി പറയും. അതായത് അവരുടെ ഡിസെൻഡ്, തറവാട് പേര് കൈമാറി വരുന്നത് ത്രൂ മെയിൽസ്, പുരുഷനിൽ നിന്ന്. അതുപോലെ തന്നെ ഫ്രം എ ഫൗണ്ടിങ് മെയിൽ ആൻസെസ്റ്റർ, പൂർവികനും പുരുഷനായിരിക്കും. മാട്രിലീനിയൽ അല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറയുന്നത് അത് സ്ത്രീയിൽ നിന്ന്, പൂർവികയായ സ്ത്രീയിൽ നിന്ന് വംശാവലി തുടരുന്നത്. ഇനി പേര്, നാമധേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചർ. അതായത് ഫാദേഴ്സ് നെയിം ഗോസ് ടു സൺ, മകൻ്റെ പേരിൻ്റെ കൂടെ ഫാദറിൻ്റെ പേരും കൂടി പോകുന്നു. അതായത് പാട്രോണിമിക് എന്ന് പറയുന്നത്. അമ്മയുടെ പേര് മകളുടെ കൂടെ ചേർക്കുന്നത് മാട്രോണിമിക് എന്നുള്ളത്. ഇനി വീടിൻ്റെ അടിസ്ഥാനത്തിൽ പാട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പിതാവ്. ഇവിടെ ലൊക്കൽ എന്ന് പറയുന്ന ഹൗസാണ്, ലൊക്കാലിറ്റി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം, ഹൗസ്. അപ്പോൾ ഇവിടെ പാട്രി ലോക്കലിൽ എന്തായിരിക്കും? ഭാര്യയും കുഞ്ഞുങ്ങളും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, പിതൃ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മാട്രി എന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറഞ്ഞു. ലോക്കൽ റെസിഡൻസ്, ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലീവ്സ് ഇൻ വൈഫ്സ് ഹൗസ്. ഇനി നിയോ ലോക്കൽ എന്ന് പറഞ്ഞാൽ പുതിയത്. നിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത്. ഭർത്താവും ഭാര്യയും ഒരു പുതുഗൃഹത്തിൽ താമസിക്കുന്നു. ഇനി ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി എങ്ങനെയൊക്കെ തരംതിരിക്കുക? അഫിനൽ എന്ന് പറഞ്ഞാൽ മാരേജ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അഫിനൽ ത്രൂ മാരേജ് റിലേഷൻ, അതായത് ഹസ്ബൻഡും വൈഫും ഒരു കുടുംബമാണത്. അവരുടെ ഫാമിലി എങ്ങനത്തെയാണ്? അവിടെ രക്തബന്ധുക്കളില്ല, അവിടെ മാരിറ്റൽ റിലേഷൻ മാത്രം, അഫിനൽ ഫാമിലിയാണ്. കോൺസാങ്കിനസ് ഫാമിലി എന്ന് പറഞ്ഞാലോ അവിടെ രക്തബന്ധുക്കൾ മാത്രമാണ് താമസിക്കുന്നത്. അമ്മാവനും മാതൃദായ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. അമ്മാവൻ്റെ അതായത് ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മാവനും അമ്മയും ഒക്കെ ആയിട്ട് താമസിക്കുന്നു. രക്തബന്ധത്തിലുള്ളവരാണ് അവിടെ താമസിക്കുന്നത്. അച്ഛൻ വേറൊരു വീട്ടിലായിരിക്കാം താമസിക്കുന്നത്. ഇനി വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു ജീവിത പങ്കാളി ഉള്ള കുടുംബത്തെ മോണോഗമസ് ഫാമിലി, അവിടെ ഒരു പാർട്ട്ണർ അവരുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കും. പൊളിഗമസ്, 2-3 പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുടെയും മക്കളും എല്ലാം കൂടി താമസിക്കുന്നതിനെ വിവാഹ കുടുംബം എന്ന് പറയുന്നു. പിന്നെ ഒരു വ്യത്യാസം ഉണ്ട്. ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ച് വളരുന്ന ജന്മഗൃഹമാണ് ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വിവാഹബന്ധത്തിലൂടെ പ്രവേശിച്ച് അവിടെ പ്രത്യുൽപാദന ധർമ്മം നടത്തുന്ന കുടുംബം. ഇതാണ് ചാപ്റ്റർ 3 ഇനി ചാപ്റ്റർ 4 ഉടനെ വരാം. താങ്ക് യു.